ഇങ്ങോട്ട് ഇടുന്നില്ല. ഹലോ മച്ചന്മാരെ, ഉച്ചത്തെ വിഷൻ ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ്. മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ ഇറങ്ങി നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, എന്നും പോലെ ഇന്ന് നമ്മൾ ഏറി ചൂണ്ടയിടാൻ വേണ്ടി പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുക്കത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മുടെ ഇന്ന് മഹേഷണ്ണനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണെങ്കിൽ നമുക്ക് അടിച്ചു കയറ്റാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ, രാവിലെ തന്നെ നമ്മൾ നേരെ ഏറിയുണ്ട് ഇടാൻ വേണ്ടി മുക്കത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ തീറ്റയൊക്കെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ കുറേ പനയുടെ കമ്പ് തന്നെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടോ. ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ നൂലിന് കണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് നല്ല രീതിക്കങ്ങ് വളയും കേട്ടോ. നമ്മുടെ സ്റ്റിക്ക് വളയുന്ന പോലെ വളയും. അപ്പോൾ എന്തായാലും നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ തീറ്റയൊക്കെ ഉണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എറിയാവേ. നേരെ എറിയാൻ വേണ്ടി പോകണം. അപ്പുറത്ത് നമ്മൾ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വീഡിയോ ലെന്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. പനയുടെ കമ്പ് താത്ത് വെച്ചേട്ടോ. നമുക്ക് മണി കൂടെ വെക്കാം. നമ്മൾ നേരെ അടുത്തെറിയാൻ വേണ്ടി പോട്ടോ. നമ്മൾ കൊണ്ട് അവിടെ 2 ഏറ് കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയ രീതിക്ക് ഒരു അടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് പിടിച്ച് വലിച്ചു. ചെറിയ പരല് വല്ല ആയിരിക്കും. കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ഇനി ചെറിയ റിസൾട്ട് ഉണ്ടോ ഇല്ലോ നോക്കിയിട്ട് നമുക്ക് വലിക്കാതെ. ഇപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ നേരെ 6 ഏറ് ചൂണ്ട സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ അടിക്കേണ്ട ഒരു കാത്തിരിപ്പട്ടോ. ഇനി മീൻ അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ കേസ് നമുക്ക് ഇതെടുത്ത് നോക്കാം. മുമ്പ് ഒരു അടി ഉണ്ടായിരുന്നു. അപ്പം ഞാനും പറയാം. തീറ്റ കുഴപ്പമില്ല കേട്ടോ. നോക്കി എങ്ങനെ ഇരിക്കുന്നു അറിയില്ല. പരല് കയറുമെന്ന്. ചിന്നൻ ചത്തില്ല കേട്ടോ. ഓർത്ത് ചത്ത് കാണുമെന്ന്. പക്ഷേ ഇത്രയേ ഉള്ള വലിയ ഹുക്കിനകത്ത് നോക്കണം. അത് കയറി കുരുക്കിയേക്കുന്നു. ചുണ്ടകത്ത് കറക്റ്റ്. ചെറിയ മീനിൽ നിന്നാണ് നമ്മൾ വലിയ മീനിലേക്ക് കിടക്കുന്നത്. അത് അനക്കണ്ട. നൈസ് ഇതിട്ടിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഇതിന് ചെറിയ രീതിക്ക് വലിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പൊടിമീനാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എടുത്ത് നോക്കാവേ. ചെറുതായിരിക്കും. തീറ്റി ഇച്ചിട്ട് വേണം. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. കേട്ടോ കുറേ നേരത്തെ ഇട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ടോ? രണ്ട് മീനുണ്ട് കേട്ടോ. ചെറുതാ. ഇതുണ്ട്. എനിക്ക് രണ്ടെണ്ണം അടിച്ച് കയറി കേട്ടോ. കൊള്ളാം കേസ്. നൈസേ. ഇപ്പം 2 ഉണ്ട്. 2 സെയിം കേട്ടോ. 2 പൂവാലിപ്പരല് തന്നെ കേട്ടോ.
ഇല്ല ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്താ കുഞ്ഞായാലും ഇല്ല അണ്ണൻ ചെയ്യുക. ഇങ്ങോട്ട് അടിക്കും. നിങ്ങൾ പൊക്കി ഇങ്ങോട്ട് എടുത്ത്. അന്ന് തന്നെ പറ്റിയ മൂഞ്ചിലുണ്ടോ? ഞങ്ങൾക്കും കഴിഞ്ഞിടയ്ക്ക് രോഗം അടിച്ചു പിടിങ്ങായിരുന്നു. പൈസ ഒന്നല്ലേ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇതാണ് കേസ് നോക്കിയിട്ടേക്കാൻ തൂളിയേ. അത് വേറെ ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട്. ഇപ്പം തന്നെ 7 വീഡിയോ സ്റ്റോക്കാണ്. ഇവിടെ 8ാമത്തെ വീഡിയോ. വളവളമായിരിക്കും. എന്താ മണിയോ എന്തോണ്ണാ അവിടെ ഇട്ടേക്ക്. ഇങ്ങനെ ഇട്ടിയാൽ മതി. വേണ വല ഇങ്ങനെ എടുത്തണ വല വേണ്ട വരും. എടുത്തോ. താഴെ നോക്കാൻ നിൽക്കണ്ടെന്ന് വാ. ഇങ്ങനെ എന്നാ പെട്ടെന്ന് കൊണ്ടുപോണത്. അടുപ്പിക്കല്ലേ, ഒത്തിരി അടുപ്പിക്കല്ലേ. അടുപ്പിക്കണം എപ്പോഴും വലിച്ചേട്ടണ ഇങ്ങോട്ടെ. ഒത്തിരി വലിപ്പിക്കല്ലേ. കണ്ടോ മീനെ കണ്ടോ? പൊക്കട്ടെ ചെറുത് പൊക്കട്ടെ. വലിയ തൂളിയ. അണിച്ചിട്ട് പൊക്കി ഇച്ചിരി വലിച്ചോ. ടൈറ്റ് വലിച്ചു. പോത്തില്ലേ ഇനി മൊത്തത്തിൽ കുക്കി വൈറൽ അയച്ചൂട് അല്ലെങ്കിൽ കിടന്ന് പിടക്കിന്റെ കയ്യെ കയറും. വള്ളി ഇതിലെ വന്നിരുന്ന് നോക്കണം. ഇതിലേക്ക് നമ്മൾ വള്ളി എടുക്കുന്നു വന്നിട്ട് ആ കുപ്പി ഞാൻ ചുറ്റാവും. ഈ കുപ്പി ഞാൻ ചുറ്റാവും. വള്ളി ചുറ്റി. അതിനകത്ത് മുമ്പ് നല്ല രീതിക്ക് മീൻ ഒന്ന് അടിച്ചേ. ഇപ്പോൾ കുറേ നേരത്തെ വലിയ അനക്കൊന്നുമില്ല, പക്ഷെ ചെറിയൊരു അനക്കൊണ്ട് കേട്ടോ. ഇതിനകത്ത് മീൻ അടിച്ചേ. താഴെ ഇറങ്ങും. താഴെ പോകണോ? താഴെ ഇറങ്ങും. ഇങ്ങോട്ട് കൊണ്ടുവരണം. വലിച്ചോട്ടേക്ക് പോയോ? വലി പോയോ? ഇല്ല കൊണ്ടുപോ. ഇങ്ങോട്ട് ഇടുന്നുണ്ട്. പറഞ്ഞു പോകാൻ പോയി ഹുക്കല്ല നിൽക്കുന്നു. ഈ അടുത്ത ഒരെണ്ണത്തിനെ കിട്ടിയേ. ഇടാൻ പോലും സമയം ഇതെവിടെ മീൻ അടിച്ചേ? അവിടെ അടിച്ചു. പൈസ കൊണ്ടോ മേളിൽ നല്ല അടി അടിച്ചോട്ടോ. വലിച്ചേറ്റ് മേളിൽ കടന്നു വലിക്കോട്ടോ. അതിനെടുത്ത് മാറ്റ്. അപ്പുറത്ത് നല്ലൊരിക്കും മീൻ അടിക്കും കേട്ടോ. ആ ഒരു സൈഡല്ലേ. ഇവിടെ ഹുക്ക് സെറ്റാക്കി അങ്ങോട്ട് പോവാ. ഇവിടെ തിരിച്ചു വളയ്ക്കാം. ഏറ്റവും ഓർമ്മ വന്നിട്ടുണ്ടോ? വലി
മീനുണ്ടല്ലോ. എൻ്റെ മോനെ ഏറ്റവും കേട്ടോ. ചെറുതാണ് കേട്ടോ, നല്ല കിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ വലിപ്പം കണ്ടോ ഗീസ്, നല്ല കിട്ടില്ല സാധനേ. മോനെ പിന്നെ രണ്ടാമത് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചു തന്നെ ഇടും. അത് എൻ്റെ ഇവിടെ കിടപ്പുണ്ടേ. ഒരു കിടിലൻ കരിങ്കടയാണേ. നീ എത്ര ഹുക്കാണ് ഇത് കയറി? 3 ഹുക്ക്. ഇതുകൊണ്ട് 3 ഹുക്ക് കയറിയിട്ടുണ്ട്. 1 2 3 ഹുക്ക് കേട്ടോ. അപ്പോൾ ചമ്മരെ ഇന്നത്തെ ഫിഷിങ് വളരെ ഷോവായി പോയി. കാരണം നമുക്ക് വലിയ രീതിയിൽ മീൻ അടിച്ചു കയറ്റാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന മീൻ നോക്കുവാണെങ്കിൽ 2 വലിയ തുള്ളി, 2 ചെറിയ തുള്ളി, പിന്നെ കുറച്ച് പരല് പോലത്തെ മീനേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിക്ക് മീൻ കിട്ടാത്തതിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ നമ്മൾ എറിഞ്ഞുകൊണ്ട് കേട്ട ഭാഗത്ത് വാഹ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാഹ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് വേറെ മീനൊന്നും അടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും നമ്മൾ അതേ സ്പോട്ടിൽ വന്ന് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടാനുള്ളൊരു ഫിഷ് പിടിയായിട്ട് കാണാം. നമുക്ക് ബൈ.